അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും സഹോദരനെയും കണ്ടു. അവരോട് അനുശോചനം അറിയിച്ചു. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയാണല്ലോ ശ്രീ തിരുമല അനിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ദുഃഖകരമാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി ഒരു ജനപ്രതിനിധി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്താനും അത് കുടുംബത്തെ അറിയിക്കാനുമാണ് വന്നത്. വാർത്തകളൊക്കെ കാണുകയുണ്ടായി. ഞാനിപ്പോൾ ഈ മരണവീടിൻ്റെ മുന്നിൽ നിന്ന് അക്കാര്യത്തിലൊരു രാഷ്ട്രീയ പരാമർശം നടത്തുന്നത് ഉചിതമല്ലല്ലോ. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. വസ്തുതകളെല്ലാം ഇപ്പോൾ ഇന്നും ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമാനുസൃതമുള്ള നടപടികളല്ലേ സ്വീകരിക്കാൻ പറ്റൂ. നിയമാനുസൃതമുള്ള നടപടി മാത്രമേ നമുക്ക് സ്വീകരിക്കാനാവൂ. അത് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ആത്മഹത്യാ കുറിപ്പിൻ്റെ ഉള്ളടക്കം മാധ്യമങ്ങളിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ നടക്കും. ഞാനിപ്പോൾ വന്ന വാർത്തകൾ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അന്വേഷണം പൂർത്തിയാവട്ടെ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാവുമല്ലോ. പക്ഷേ ഇതൊരു ദാരുണമായ സംഭവമാണ്. അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെയോ സർക്കാരിനെയോ ഒന്നും വഴിയായിരുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞല്ലോ. അതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറം ഞാനിപ്പോൾ പറയുന്നില്ല.